നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ ഭക്തി നിർഭരമായ കഥയുടെ 24-ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി പുരാണ കഥകളെല്ലാം പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തി മാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. 23-ാമത്തെ ഭാഗം പറഞ്ഞു നിർത്തിയത് പാർവതി ഉപദേശവും മതയാനപ്പടയെയും കുറിച്ചാണ്. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാനുള്ള സൗകര്യം കൂടിയാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ചെറിയ ഭാഗങ്ങളായിട്ട് പറയുന്നത്. ഇന്ന് പറയുന്നത് ജലന്ധര യുദ്ധവും അതേപോലെ കുട്ടിച്ചാത്തന്മാരെ കുറിച്ചുമാണ്. ദേവന്മാരെല്ലാം ഭയവിഹ്വലരായി. സിന്ധു ഗംഗാ സംഗമ ഭാഗമായ സമുദ്രമധ്യത്തിൽ ഒരിക്കൽ ഒരു ശിശു ജന്മം കൊണ്ടു. ത്രിലോകങ്ങളെയും നടക്കുന്ന അതിഭയങ്കര കരച്ചിലോടെയായിരുന്നു അവൻ്റെ വരവറിയിപ്പ്. അവൻ്റെ ആ ശബ്ദം കേട്ട് ദേവന്മാരും ലോകപാലകരും അസ്വസ്ഥരായി. ബ്രഹ്മാവിനും ആ കഠോര ശബ്ദം കേട്ട് സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ നിലവിളിയുടെ ഉറവിടം തേടി സാഗര സംഗമത്തിലെത്തി. അവിടെ അദ്ദേഹം കണ്ടത് ആ ശിശുവിനെ മടിയിൽ ഇരുത്തിയിരിക്കുന്ന സമുദ്രത്തെയാണ്. ബ്രഹ്മാവിനെ മുന്നിൽ കണ്ട സമുദ്രം ആ ശിശുവിനെ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ഇരുത്തി. അത് കണ്ട് വിസ്മയത്തോടെ ബ്രഹ്മാവ് ചോദിച്ചു, അല്ലയോ സാഗരമേ, ഈ കുട്ടി ഏതാണ്, ആരുടേതാണ്? ബ്രഹ്മാവിന് മുന്നിൽ തൊഴുതു നിന്ന സാഗരം പറഞ്ഞു, ഇവനെ സിന്ധു ഗംഗാ സംഗമ സ്ഥാനത്ത് വെച്ചാണ് ഞാൻ കണ്ടത്. ഇവൻ ആരാണെന്നോ എങ്ങനെ അവിടെ എത്തിയെന്നോ അങ്ങേക്കേ അറിയാൻ കഴിയൂ. ഇവനെക്കുറിച്ചും ഇവൻ്റെ ജാതകത്തെക്കുറിച്ചും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. സാഗരം പറയുന്നത് കേട്ട് നിന്ന ബ്രഹ്മാവിൻ്റെ കഴുത്താൽ ആ കഴുത്തിലിങ്ങനെ ബാലൻ മുറുക്കി പിടിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അശ്രുബിന്ദുക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു. അല്ലയോ സാഗരമേ, ഇവൻ്റെ ജാതകത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇവൻ മൂലം എൻ്റെ കണ്ണിൽ നിന്ന് ജലനീർ പൊഴിഞ്ഞതിനാൽ ഇവൻ ജലന്ധരൻ എന്ന പേരിൽ പ്രശസ്തനാകും. യുവാവാകുമ്പോഴേക്കും സർവശാസ്ത്രങ്ങളിലും അദ്വിതീയനായി തീരും. ഇവൻ മഹാവീരപരാക്രമിയും യോദ്ധാവും യുദ്ധതന്ത്രജ്ഞനുമായിരിക്കും. യുദ്ധത്തിൽ അപാര ശക്തിമാനും എല്ലാവിധ സമ്പത്തുകളും ഉള്ളവനുമായിരിക്കും. ഇവൻ്റെ ഈ ആദ്യ ജന്മത്തിൽ പാർവതി പരമേശ്വര പുത്രനിൽ നിന്ന് ഇവൻ മരണം ഏറ്റുവാങ്ങും. മുൻജന്മ ഗുണങ്ങളോടെ സംഭവിക്കുന്ന പിന്നത്തെ ജന്മത്തിൽ മഹാവിഷ്ണുവിനെ പോലും തോൽപ്പിക്കുന്ന സർവകലാവല്ലഭനായിരിക്കും. ഇവൻ്റെ പത്നി പതിവ്രതാ രത്നമായിരിക്കും. കുട്ടിയുടെ ഭാവി പ്രവചനശേഷം അവനെ സമുദ്രത്തിനു തന്നെ നൽകി ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. പുത്രനെയും കൊണ്ട് സാഗരദേവൻ സംപ്രീതനായി സ്വഭവനത്തിലേക്ക് യാത്രയായി. ബ്രഹ്മാവിൻ്റെ പ്രവചനം പോലെ എല്ലാം സംഭവിച്ചു. വളരെ പെട്ടെന്ന് വളർന്നു വലുതായ ജലന്ധരൻ അസ്ത്രശാസ്ത്ര വിജ്ഞാനാദികളിൽ അദ്വിതീയനായി. യുവാവായി തീർന്ന ജലന്ധരൻ ജാതകപ്രകാരം അസുരന്മാരുടെ രാജാവായി, കുന്തളാധിപനായി. ഇക്കാലത്താണ് സകല സൈന്യങ്ങളും ആനപ്പടയും ഒക്കെ നഷ്ടപ്പെട്ട ഭൃംഗാസുരൻ തൻ്റെ സതീർത്ഥ്യനായിരുന്ന കുന്തളാധിപതിയെക്കുറിച്ചോർത്തത്. മഹാവീരശൂര പരാക്രമിയും യുദ്ധനിപുണനുമായ ജലന്ധരനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ച് ഭൃംഗൻ ജലന്ധരൻ അടുത്തെത്തി. സതീർത്ഥ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് യാതൊരു തടസ്സവും പറയാതെ ജലന്ധരൻ സമ്മതിച്ചു. ഭൃംഗാസുരൻ അപ്പോൾ തന്നെ യുദ്ധം ജയിച്ച ആശ്വാസവും ആഹ്ലാദവും ഉണ്ടായി. ജലന്ധരൻ ഒരു യുദ്ധം നയിച്ചാൽ വിജയം അവന് മാത്രമുള്ളതായിരിക്കുമെന്നത് ചരിത്രമാണ്. അങ്ങനെ ഒരു ദിവസം കൂളിയാറിൻ്റെ മധ്യേ കൈലാസപർവ്വതം ഉയർന്നു വരും പോലെ ദിഗന്ധഭേദകമായ ശബ്ദഘോഷത്തോടെ ഒരു സ്വർണ്ണമകുടം ഉയർന്നു വരുന്നതായി കാണായി. മഹാവിഷ്ണുവിനെ വെല്ലുവിളിക്കുന്ന ശരീരകാന്തിയുമായി ഒരു ഭയാനക രൂപം. അത് ജലന്ധരനായിരുന്നു. ആറ്റിൽ നിന്ന് ഉയർന്നു പൊന്തിയ ജലന്ധരൻ അടുത്ത ക്ഷണം കൂളിക്കുന്നൻ മലയുടെ മുകളിൽ പ്രത്യക്ഷനായി. അവൻ്റെ കണ്ണുകൾ അഗ്നിഗോളങ്ങൾ പോലെ ജ്വലിച്ചിരുന്നു. മൂക്കിൽ നിന്ന് ജലധാര പോലെ ഇങ്ങനെ വെള്ളം ചീറ്റിയിരുന്നു. ശരീരം സർവാംഗം വിറപ്പിച്ചു കൊണ്ടു നിന്ന ആ അത്ഭുതാകാരൻ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ചുറ്റുപാടും ശ്രദ്ധിച്ചു. ഇതെന്ത് യുദ്ധഭൂമി! ഇവിടെ എങ്ങും ആരെയും കാണാതെ വന്നപ്പോൾ അവനിങ്ങനെ അവജ്ഞ തോന്നി. ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞുകൂടാ. കുറേ അകലെ മലനായാടികളും കരിങ്കുട്ടിയും കുറച്ച് സേനാംഗങ്ങളും നിൽക്കുന്നത് കാണാതിരുന്നില്ല. അത് പക്ഷേ കണ്ണിൽ പിടിക്കാൻ മാത്രമില്ലായിരുന്നു ജലന്ധരന്. ലജ്ജാവഹം. അവൻ അവിടെ നിന്നൊന്ന് കൈകൊട്ടി.
അപ്പോൾ കൊച്ചുകുട്ടികൾ പാവകളെ ഇങ്ങനെ വാരിയെടുക്കുന്ന ചേലിൽ മലനായാടി, കരിങ്കുട്ടി എന്നിവരുൾപ്പെടെയുള്ളവരെ പിടികൂടി. എന്നിട്ട് ആ സമയത്ത് തന്നെയാണ് വിഷ്ണുമായ കൈലാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയത്. ഇതൊരു യുദ്ധത്തിലേ അവസാനിക്കൂ എന്ന് അപ്പോൾ തന്നെ ബോധ്യമാവുകയും ചെയ്തു. കൂളിക്കുന്നൻ മലയുടെ എതിർദിശയിലുള്ള ആനപ്പാറയ്ക്ക് മുകളിൽ വിഷ്ണുമായ നിലയുറപ്പിച്ചു. വിഷ്ണുമായയെ കണ്ട് ജലന്ധരൻ പൊട്ടിച്ചിരിച്ചു. നിന്നെ പോലെ ഒരു പീറ ചെറുക്കനോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ശക്തരിൽ ശക്തനായ എനിക്ക് ഒരിക്കലും യോജിച്ച എതിരാളിയല്ല നീ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ജലന്ധരന്റെ അവഹേളനത്തിന് ഉറപ്പിച്ചു തന്നെ വിഷ്ണുമായ മറുപടി പറഞ്ഞു. മടങ്ങിപ്പോകാൻ വന്നതല്ല ഞാൻ. എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം. ലോകനാശകനായ ഭൃങ്കനെ വധിക്കുക എന്നതാണ് പരമമായ എൻ്റെ ലക്ഷ്യം. അതിനിടയിലേക്ക് കയറി വരുന്ന ചെറിയ പ്രതിബന്ധങ്ങളെയെല്ലാം തൃണസമാനമായേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാൻ ഭൃങ്കനല്ല, ജലന്ധരനാണ്. ചെറിയ വായിൽ വലിയ സംസാരവുമായി സമയം കളയാതെ നീ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. അത് കേൾക്കേണ്ട സമയം അല്ലെങ്കിൽ കേൾക്കേണ്ട താമസം വിഷ്ണുമായ യുദ്ധസന്നദ്ധനായി കഴിഞ്ഞു. ഇരുവരുടെയും ദിവ്യാസ്ത്ര പ്രയോഗങ്ങളുടെ ദിനമാണിന്ന്. അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഇരുവരും മാറി മാറി പ്രയോഗിച്ചു. വില്ലുകളിൽ നിന്നുയരുന്ന ഞാണൊലി കാതങ്ങൾക്കപ്പുറം വരെ പ്രകമ്പനമായി കേൾക്കുമാറായി. യുദ്ധം ആരംഭിച്ചിട്ട് 3 നാളായി. വിഷ്ണുമായയുടെ വളർത്തമ്മ കൂളിവാകയിലായി ജലന്ധരന്റെ ശ്രദ്ധ. അവളെ പിടിക്കാൻ അവൻ ആകാശത്തു നിന്ന് കൈനീട്ടി. ആ കൈ നീണ്ടു വന്നെടുക്കവേ വിഷ്ണുമായയുടെ മുഖം ചുവന്നു. രൂപവും ഭാവവും പെട്ടെന്ന് മാറി. യുദ്ധഭൂമിയിൽ നിന്ന് തന്നെ ശ്രീ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ച് അഗ്നിജ്വാല വർഷിക്കുന്ന മഹാചക്രം ജലന്ധരന് നേരെ പായിച്ചു. നീ എന്താ കൊടചക്രം കത്തിച്ച് കളിക്കുന്നു? ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, പീക്കിരി പിള്ളേരോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് ജലന്ധരൻ വാ തുറന്ന് ശക്തമായി ഒരു ജലപ്രവാഹം പ്രയോഗിച്ചു. ആ ജലപ്രവാഹം അപ്പാടെ ആളുന്ന അഗ്നിയിൽ ഒഴിച്ച ഹവിസ് പോലെ ആളിക്കത്താൻ തുടങ്ങി. അഗ്നിജ്വാലയുടെ കാഠിന്യം സഹിക്കാനാവാതെ പാഞ്ഞ് ജലന്ധരൻ വായുമണ്ഡലത്തിൽ ചെന്നൊളിച്ചു. പിന്നാലെ എത്തിയ അഗ്നിചക്രം വായുമണ്ഡലത്തിലെത്തി. വായു ചൂടുപിടിക്കാനും ചുട്ടുമുള്ളാനും ആരംഭിച്ചു. അത്യുഷ്ണം മൂലം അവിടുത്തെ വായുവെല്ലാം 4 ഭാഗത്തേക്കും ഒഴിഞ്ഞുപോയി. വായുമണ്ഡലത്തിൽ നിന്നും പർവ്വതമുകളിലെത്തിയ ജലന്ധരന് ഭയം തോന്നിത്തുടങ്ങി. അങ്ങനെയൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുള്ളവനല്ലല്ലോ ഈ ജലന്ധരൻ. അപ്പോൾ എവിടെ നിന്ന് എവിടേക്ക് ഓടിയാലും അഗ്നിചക്രം തൊട്ട് പിന്നാലെയുണ്ട്. ജലന്ധരൻ ഇനി ഓടാൻ കഴിയാത്ത അവസ്ഥയിലായി. വല്ല വിധേനയും തളർന്ന് വേച്ച് സാക്ഷാൽ പാലാഴിയിൽ ചാടി ഒളിച്ചു. അവന് ഒരു പുത്തൻ ഉണർവ് ലഭിച്ചു. ശരീരത്തിൻ്റെ തളർച്ചയും ക്ഷീണവും ഒക്കെ അല്പമൊന്ന് കുറഞ്ഞപ്പോൾ അഗ്നിചക്രം ഇപ്പോൾ എവിടെയാണെന്നറിയാൻ ആഴിപ്പരപ്പിനു മീതെ പൊന്തി അവൻ ചുറ്റും കണ്ണോടിച്ചു. ആശ്ചര്യം തന്നെ. ജലപ്പരപ്പിന് മീതെ പാലാഴിയുടെ മുകൾ ഭാഗം അപ്പാടെ മൂടി അഗ്നിചക്രം ഉയർന്നു നിൽക്കുന്നു. അത് കണ്ട മാത്രയിൽ പാലാഴിയുടെ അടിത്തട്ടിലേക്ക് അവൻ മുങ്ങി ഒളിച്ചു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിയിട്ടും ചൂട് സഹിച്ച് അവിടെ കഴിയാൻ സാധിക്കാതെ ജലന്ധരൻ വീണ്ടും ജലപ്പരപ്പിലേക്ക് ഉയർന്നു. ആ നിമിഷത്തിന് കാത്തുനിന്ന അഗ്നിചക്രം വായുവേഗത്തിൽ കറങ്ങി ചീറിപ്പാഞ്ഞു ചെന്ന് ജലന്ധരന്റെ ശിരസ് മുറിച്ചു. അപ്പോൾ ശരീരം ഛിന്ന ഭിന്നമായി ചിതറിത്തെറിച്ചു. അങ്ങനെ ജലന്ധരന്റെ ആദ്യ ജന്മം പൂർത്തിയായി. എല്ലാ ശത്രുക്കളും കനത്ത പരാജയത്തിൽ കലാശിച്ചിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം നഷ്ടമായിരിക്കുന്നു. ഭൃംഗാസുരന്റെ മനസ്സിൽ പകയുടെ അഗ്നി ആളി കത്തുമ്പോഴും വല്ലാത്തൊരു സങ്കടം അയാളെ പിടികൂടി. ഇനി നേരിട്ട് യുദ്ധം ചെയ്യുകയല്ലാതെ സാധ്യതയുടെ നേരിയ കണം പോലും പ്രതീക്ഷിക്കാനില്ല. അവന്റെ മനസ്സിൽ ആത്മാക്കളായ മാതാപിതാക്കളുടെ സ്മരണ അങ്കുരിച്ചു. അവൻ ഹൃദയപൂർവ്വം അവരെ ധ്യാനിച്ചു. കേയൂരിയുടെയും വിഷുകേതുവിൻ്റെയും സാന്നിധ്യമറിഞ്ഞ് ദർശനവുമുണ്ടായി. ഈ മകൻ പരാജയപ്പെടുകയാണല്ലോ അമ്മേ, ഞാനിനി എന്ത് ചെയ്യണം അച്ഛാ? അവൻ ചോദിച്ചു. അത്രയും തളർന്ന മകനെ അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയുമായിരുന്നില്ല. മലയ രാജാവ് നിസാരനല്ല. അവന് മായാവിയായ ശക്തിയുടെ പിൻബലമുണ്ട്. ഭൃങ്കനെ വധിക്കാനുള്ള ശക്തി മായാവികളായ മലയ നായാടിക്കും കരിങ്കുട്ടിക്കും ഇല്ല. അവർ നിന്റെ നാശത്തിന് കാരണക്കാരുമല്ല. കുറച്ച് മന്ത്രതന്ത്രങ്ങളൊക്കെ അറിയാമെന്ന് മാത്രം. പക്ഷേ അവരെ നശിപ്പിച്ചാൽ ജയം സുനിശ്ചിതമായിരിക്കും. ബ്രഹ്മാവ് നൽകിയ ബ്രഹ്മാസ്ത്രങ്ങളും എടുത്ത് നീ കൂളിക്കുന്നൻ കാനനത്തിലേക്ക് പുറപ്പെടുക. അങ്ങനെ മാതാപിതാക്കളെ വന്ദിച്ച് ഭൃങ്കൻ ബ്രഹ്മാസ്ത്രങ്ങൾ പൂജിച്ച് സൂക്ഷിച്ചിരുന്ന അറയിലേക്ക് കയറി. സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആ അസ്ത്രങ്ങൾ കയ്യിലെടുത്തു. അസുരചിഹ്ന ആലേഖനം ചെയ്ത ആവനാഴിയിൽ ആ 10 ബ്രഹ്മാസ്ത്രങ്ങളും പ്രത്യേകം വെച്ചു. വേറെ 20,000-ഓളം അസ്ത്രങ്ങളും കരുതി. പടക്കോ പണിഞ്ഞ് വാളും ഗതയും എടുത്ത് 7 കുതിരയെ പൂട്ടിയ രഥത്തിൽ കയറി ഭൃംഗാസുരൻ യുദ്ധഭൂമിയിലേക്ക് യാത്രയായി. പോകുന്ന വഴിമധ്യേ ഉണ്ടായിരുന്നവയെല്ലാം അവർ തല്ലി തകർത്തുകൊണ്ടിരുന്നു. പ്രതിബന്ധങ്ങളെല്ലാം അരിഞ്ഞു മാറ്റും പോലെ അവരുടെ അട്ടഹാസങ്ങൾ കാടിനെ നടുക്കി. ആ യാത്രാസംഘം അങ്ങനെ കൂളിയാറിന്റെ തീരത്തെത്തി. അവിടെ എത്തിയ ഭൃംഗാസുര രാജാവ് സ്തംഭിച്ചു നിന്നു. തന്റെ ഭടന്മാരുടെ ജഡങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. ധീരപരാക്രമികളായ അസുര സേനാധിപന്മാർ, ആയിരക്കണക്കിന് യോദ്ധാക്കൾ, യുദ്ധതന്ത്രങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുതിരകൾ, മതയാനകളിൽ ഒന്നിനെ പോലും കാണാനുമില്ല.
ഭൃങ്കന്റെ കോപത്തിന് അതിരുണ്ടായിരുന്നില്ല. ആ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവനൊരു അട്ടഹാസം മുഴക്കി. ആ ശബ്ദം കേട്ട് കൂളിക്കുന്നൻ മലയുടെ ഒരു ഭാഗം അടർന്നു വീണു. വൻമരങ്ങൾക്ക് ചുവട് തെറ്റി. ഭൃങ്കാസുരന്റെ രഥം കൂളിയാർ താണ്ടി അക്കരെ എത്തും മുമ്പ് മലയ രാജാവും സൈന്യവും ഭൃങ്കപ്പടയുടെ നേരെ ആക്രമണം ഇങ്ങനെ അഴിച്ചുവിട്ടു. അപ്പോൾ ഒളിപ്പോരാളികളുടെ അതിവിദഗ്ധമായ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ മലയ സൈന്യത്തിൽ അവശേഷിക്കുന്ന യോദ്ധാക്കളും ഒന്നൊന്നായി മരിച്ചു വീഴാൻ തുടങ്ങി. അവരെ രക്ഷിക്കാൻ തങ്ങൾക്കറിയാവുന്ന എല്ലാ മായാവിദ്യകളും മലനായാടിയും കരിങ്കുട്ടിയും പ്രയോഗിച്ചു. എന്നാൽ ബ്രഹ്മവരത്തിന്റെ ഫലത്താൽ അതൊന്നും ഭൃങ്കാസുരന് മുന്നിൽ വിലപോയില്ല. മലയ രാജാവിന്റെ ഉടവാൾ ഭൃങ്കൻ തട്ടിത്തെറിപ്പിച്ചു. ഭൃങ്കന്റെ ഓരോ വെട്ടിൽ നിന്ന് നിരായുധനായ മലയ രാജാവ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. എങ്കിലും ആക്രമണത്തിനു മുന്നിൽ അദ്ദേഹം തളർന്ന് അവശനായി വീണു. അത് കണ്ട മലയ പടയാളികൾ ഓടിയെത്തും മുമ്പേ വീണുകിടന്ന മലയ രാജാവിന്റെ കഴുത്തിൽ ഭൃങ്കാസുരന്റെ പടവാൾ ആഞ്ഞു പതിച്ചു. ആ ഉടലും ശിരസും പേർപ്പെട്ടു. അപ്പോൾ മലയ നായാടിക്കും കരിങ്കുട്ടിക്കും നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാനനം പൊടുന്നിനെ നിശബ്ദമായി. ആ നിശബ്ദതയിൽ ഭൃങ്കാസുരന്റെ അട്ടഹാസം മാത്രം ഭീഷണിയായിട്ട് ഇങ്ങനെ ഉയർന്നു കേട്ടു. അപ്പോൾ ഭൃങ്കാസുരൻ ഘോരശബ്ദത്താൽ ഒളിപ്പോരാളികൾക്ക് നിർദ്ദേശം നൽകി. ഏതോ അദൃശ്യ ശക്തികളുടെ ആജ്ഞാനുസരണം എന്നോണം കൂളിയാറിന്റെ തീരത്ത് വൻ വൃക്ഷങ്ങൾ കോട്ട പോലെ പ്രത്യക്ഷപ്പെട്ടത് പെട്ടെന്നായിരുന്നു. ഇരുവിഭാഗങ്ങളുടെയും നടുവിൽ ആ മരങ്ങൾ ഒരു വൻമതിൽ പോലെ ഉപരോധം തീർത്തു. ഭൃങ്കന്റെ ആജ്ഞ കേട്ട് ഒളിപ്പോരാളികൾ ആ മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു മരം വെട്ടുമ്പോൾ ആ സ്ഥാനത്ത് രണ്ടെണ്ണം ഉണ്ടായി വന്നു. ആ മരങ്ങൾക്ക് തീ വെച്ച് നശിപ്പിക്കുവാൻ ഭൃങ്കൻ കൽപ്പിച്ചു. അപ്പോൾ ആളിപ്പടരുന്ന അഗ്നിയിൽപ്പെട്ട് വൻമരങ്ങൾ വെന്ത് വെണ്ണീറായി തുടങ്ങി. അതേ നേരത്താണ് ആകാശത്ത് നിന്ന് മേഘഗർജനത്തോടെ മഴ പൊഴിഞ്ഞത്. അപ്പോൾ അഗ്നിനാവുകളിൽ ജലസ്പർശമേറ്റപ്പോൾ അതിൻ്റെ ആവേശമടങ്ങി. മാതാപിതാക്കളെ മനസ്സിൽ ധ്യാനിച്ച് കൂളിക്കുന്നൻ വനത്തിലേക്ക് വിഷ്ണുമായ തളിച്ച തീർത്ഥജലമായിരുന്നു ആ മഴ. വൃക്ഷങ്ങൾ നിന്നിടത്ത് ചാരം മാത്രം അവശേഷിച്ചു. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അസാധാരണമായ ഒരു പൊട്ടിച്ചിരി അന്തരീക്ഷത്തെ വലയം ചെയ്തു. അകലെ മലയക്കൊട്ടാരത്തിന് മുന്നിൽ ഒരു കരിമ്പാറ ഉയർന്നു നിൽക്കുന്നു. ആ പാറയ്ക്ക് മുകളിൽ തേജസ്വിനിയായ ഒരു ബാലൻ, വിഷ്ണുമായ. ആ ബാലനെ തെല്ലും വകവയ്ക്കാതെ ഭൃങ്കൻ മുന്നോട്ട് കുതിച്ചു. ഇവനാണ് തൻ്റെ ശത്രു, എൻ്റെ എല്ലാ നാശങ്ങൾക്കും കാരണമായവൻ. ആദ്യം ഒടുക്കേണ്ടത് ഇവനെയാണ്. മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞ ഭൃങ്കനെ അവൻ്റെ മാതാപിതാക്കളുടെ ആത്മാക്കൾ ഇങ്ങനെ പിന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, മകനെ, ആ ബാലൻ അരികിലേക്ക് നീ പോകരുത്. ഈ ക്ഷണം നീ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോയിക്കൊള്ളുക. നിസ്സാരനായ ഒരു കുട്ടിയെ ഭയന്ന് താൻ തിരിച്ചു പോവുകയോ? അതിലേറെ അപമാനം എന്തുണ്ട്? അന്ന് ആദ്യമായി മാതാപിതാക്കളുടെ ഉപദേശം ധിക്കരിച്ച് ഭൃങ്കൻ മുന്നോട്ട് തന്നെ പാഞ്ഞു. മുന്നിൽ നിന്ന് വേഗം വഴിമാറ്, അല്ലെങ്കിൽ എൻ്റെ കൈയാൽ നിന്റെ മരണം നിശ്ചയം. തടസ്സം പോലെ നിന്ന കരിമ്പാറയുടെ മുന്നിൽ നിന്ന് ഭൃങ്കൻ ആക്രോശിച്ചു. അത് കേട്ട് പാറപ്പുറത്ത് നിന്നിരുന്ന വിഷ്ണുമായ പൊട്ടിച്ചിരിച്ചു. ആ ചിരി വനത്തിലാകെ പ്രതിധ്വനിയായി മുഴങ്ങി. ഭൃങ്കാസുരന്റെ ഇടം നെഞ്ചിലെയും വലം നെഞ്ചിലെയും ജീവൻ ഒന്ന് പിടഞ്ഞു. ഭൃങ്ക, യുദ്ധം ചെയ്ത് നീ നമ്മെ തോൽപ്പിക്കുക, ലോകനാശകാരിയായ നിന്നെ വധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നിനക്ക് ശക്തിയുണ്ടെങ്കിൽ എൻ്റെ ശരം തടുക്കുക. അത് പറഞ്ഞ് വിഷ്ണുമായ തൻ്റെ വില്ലിൽ ശരം തൊടുത്തു. ഭൃങ്കന്റെയും വിഷ്ണുമായയുടെയും തുടരെയുള്ള അസ്ത്രപ്രയോഗങ്ങളിൽ നിന്നുയർന്ന ഞാണൊലി കേട്ട് അഷ്ടദിക്കുകളിൽ ഞെട്ടിവിറച്ചു. കൂളിക്കുന്നൻ വനസാമ്രാജ്യം പ്രകമ്പനം കൊണ്ടു. അങ്ങനെ ഇടതടവില്ലാതെ ആ യുദ്ധം തുടർന്നു. ഭൃങ്കന്റെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ശരം മാത്രം. ആ ശരവും അവൻ തൊടുത്തു കഴിഞ്ഞാൽ ഇനി ദിവ്യാസ്ത്രങ്ങളും ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ബ്രഹ്മാസ്ത്രങ്ങളും അവൻ എടുക്കും. ബ്രഹ്മാസ്ത്രം എടുത്താൽ അത് തൊടുത്താൽ ശരം ഭൂമിയിൽ വീഴാതെ നശിക്കണം, അല്ലെങ്കിൽ ലോകം തന്നെ നാമാവശേഷമാകും. അതുകൂടാതെ കഴിക്കാൻ എന്തുണ്ട് മാർഗം? വിഷ്ണുമായ ചിന്തിച്ചു. ബ്രഹ്മാസ്ത്രങ്ങൾ നശിപ്പിക്കാനുള്ള ശക്തികളെ സൃഷ്ടിക്കാൻ ഭൃങ്കാസുരൻ തൊടുക്കുന്ന അവസാനത്തെ അസ്ത്രം ഒരു കാരണമാക്കാൻ വിഷ്ണുമായ തീരുമാനിച്ചു. ഭൃങ്കാസുരൻ തൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും വിഷ്ണുമായയ്ക്ക് നേരെ അയച്ചു കഴിഞ്ഞു. ചീറിപ്പാഞ്ഞു വരുന്ന ആ ശരത്തിന് നേരെ വിഷ്ണുമായ പെരുവിരലുയർത്തി അസ്ത്രം പെരുവിരലിൽ തറച്ചു കയറ്റി. എന്നിട്ടോ വിഷ്ണുമായയുടെ പെരുവിരലിലുണ്ടായ മുറിവിൽ നിന്ന് വനവൃക്ഷങ്ങളുടെ അവശേഷിപ്പായി കിടന്ന ചാരക്കൂമ്പാരത്തിലേക്ക് തുള്ളി തുള്ളിയായി രക്തം വീണു തുടങ്ങി. 10 തുള്ളി രക്തം. വിഷ്ണുമായയുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അമാനുഷിക ശക്തിയുള്ള ഓരോ മാന്ത്രിക കുട്ടിച്ചാത്തന്മാർ അവതാരമെടുത്തു. തീക്കുട്ടി, പൂക്കുട്ടി, പൂക്കുലക്കുട്ടി, പറക്കുട്ടി, നാഗക്കുട്ടി, കുരുതിക്കുട്ടി, ചക്കരക്കുട്ടി, മിന്നൻകുട്ടി, മീനുങ്കൻകുട്ടി, ഭൂതക്കുട്ടി എന്നിങ്ങനെയായിരുന്നു ആ കുട്ടിച്ചാത്തന്മാരുടെ പേരുകൾ. ആ 10 കുട്ടിച്ചാത്തന്മാർ അവരവരുടെ അവതാരങ്ങളായി 40 വീതം കിങ്കര കുട്ടിച്ചാത്തന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ 400 പേർ. കാഴ്ചയിൽ ഒരുപോലെയുള്ള ആ 400 കിങ്കര കുട്ടിച്ചാത്തന്മാർ ശ്രീ വിഷ്ണുമായയെ നമസ്കരിച്ച് ചുറ്റും നിന്നു. വിഷ്ണുമായ അവർക്ക് ജ്ഞാനോപദേശം നൽകി. ഓരോരുത്തർക്കും പലവിധ ആയുധങ്ങളും നൽകി.
കിങ്കരക്കുട്ടിച്ചാത്തന്മാരെല്ലാം അപ്പോഴും വിഷ്ണുമായയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. അടുത്ത ക്ഷണത്തിൽ വിഷ്ണുമായയുടെ ചുറ്റും വട്ടമിട്ട് അവർ ഒരു നൃത്തം ആരംഭിച്ചു. അപ്പോൾ വിഷ്ണുമായയുടെ കയ്യിൽ നിന്നും വീണ 10 തുള്ളി രക്തമാണ് ഈ കുട്ടിച്ചാത്തന്മാർ. അപ്പോൾ ഇന്ന് നമ്മൾ 24-ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുക, വിഷ്ണുമായയെ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഈ കഥ പറഞ്ഞത്. അതേപോലെ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായയെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക. ഇനി ഒരു ഭാഗത്തോടു കൂടി വിഷ്ണുമായ കഥകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.